அண்ணா கதையை பற்றி கவலைப்பட வேணாம். ஏதாச்சும் இங்கிலீஷ் மூவின்னு இன்ஸ்பயர் பண்ணிக்கலாம். ஆனாலும் நீங்கள் வந்து தமிழ்நாடோட சிஎம் ஆகிறது தானே கிளைமேக்ஸ். அது நமக்கு பெருசாக பண்ணணும். பெரிய செட் போட்டு பிஎஃப்எக்ஸ் ஷாட் ஆட் பண்ணி பெருசாக பண்ணணும். എന്നോട് അണ്ണനക്ക് ഞാനല്ലാതെ വേറെ ആർ പണ്ണും? ഞാൻ താ പണ്ണും. അയ്യോ അണ്ണ, ഇതാണ് ഫുൾ സ്ക്രിപ്റ്റ്. ഈ 2.5 മണിക്കൂറുള്ള സിനിമയ്ക്കൊക്കെ ഇത്ര സ്ക്രിപ്റ്റ് തന്നെ ഇച്ചിരി കൂടുതലാ. പിന്നെ എൻ്റെ സിനിമ മൊത്തം സ്ലോ മോഷൻ കൊണ്ടുള്ള കളിയല്ലേ. അണ്ണനെ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്തത്ര സ്റ്റൈലിഷ് ആയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. സി എം ആകാൻ പറ്റാത്ത നമ്മുടെ നായകൻ പുനർജനിച്ച് അടുത്ത ജന്മത്തിൽ സി എം ആകുന്ന കഥയൊക്കെ കൊള്ളാം. പക്ഷേ ഇതിൻ്റെ റിലീസ് പ്ലാൻ എപ്പോഴാണ്? 2026 അപ്പോൾ നടപ്പില്ല. എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്നോ, അതായത് 2026 നമ്മൾ റിലീസ് ചെയ്യണമെങ്കിൽ ഒരു 2020 നമ്മൾ ഷൂട്ട് തുടങ്ങണ്ടേ? ഇത് പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും മലയാളം ഡയറക്ടേഴ്സിനോട് പറ, അവരാകുമ്പോൾ ഏതെങ്കിലും ഒരു 3 മാസത്തിൽ പണം സെറ്റ് ചെയ്ത് തരും. ഓക്കെ അണ്ണ, കഥ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. തമിഴ്നാട് ഇലക്ഷന് വോട്ട് ചെയ്യാൻ വരുന്നൊരു പയ്യൻ. ഈ പയ്യൻ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുന്നു. എന്നിട്ട് മരണശേഷം ഒരു പ്രേതമായിട്ട് വന്ന് തമിഴ്നാട് CM-നെ, അതായത് അണ്ണൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിനെ കാണാൻ വരുന്നതാണ് കഥ. அண்ணா, இது உங்களோட கடைசி படம், அதனால ஒரு சின்ன கேள்வி. இது வந்து 100% தளபதி படமா? அதான் என்னோட ஒரு 50 வேணாம்லே. 100% தளபதி படம். ஓகே. LCU ஃபேக்டர் ஏதாவது வேணாம்லே. ஓகே, ஒரு நிமிடம். ஹலோ. கைதி 2 எனக்கு தெரியாது தம்பி. கைதி 2 அப்போ ஒரு ലിയോ 2 பண்ணலாமா? കള്ള വോട്ട് ചെയ്യാൻ വന്ന ക്ഷണിക്കപ്പെടാത്ത വോട്ടറിനെ കൊന്ന് അവൻ വോട്ട് ചെയ്ത പോളിംഗ് സ്റ്റേഷൻ തന്നെ കുഴിച്ചിട്ടിട്ട് നായകൻ സ്ലോ മോഷൻ തിരിഞ്ഞു നടക്കുന്നിടത്ത് എൻ കാർഡ്. അണ്ണ ഈ പടത്തിലെ എല്ലാ സീനിലും റെഡിൻ കിങ്സ്ലി അണ്ണൻ്റെ കൂട്ടുകാരനായിട്ടുണ്ടാവും. പിന്നെ അണ്ണൻ്റെ കൂടെ ഇത്ര നാൾ അഭിനയിച്ച എല്ലാവരുടെയും ഒരു കമിയോ വിത്ത് അനി സ്പീച്ച്. அண்ணா, இந்த கதை வந்து ரொம்ப யூனிக்கான ஒரு சப்ஜெக்ட். இந்த மாதிரி ஒரு யூனிக் சப்ஜெக்ட் இந்தியன் சினிமாவில் யாருமே ட்ரை பண்ண வாய்ப்பில்லை. நான் வந்து இந்த கதை ஒரு வாட்டி அஜித் சார் கூட டிஸ்கஸ் பண்ணிட்டேன். அவங்க சொன்னாங்க விஜய் தான் கரெக்ட் இந்த கதைக்கு. கதை என்னென்னா, ஒரு சின்ன பையன் ஃபஸ்ட் டைம் ஓட் பண்ணுறதுக்காக போகிற ஒரு பையன், சின்ன பையன். அவனும் தமிழ்நாடோட CM. நீங்கள் தான் தமிழ் വരുന്ന ഒരു ബോണ്ട്, ഒരു പാസം. അതാണ് എൻ്റെ കഥ. പുതുസാக ഒരു പടം എന്നാൽ முடியாது വിജയ്. ആനാലും എങ്കിട്ട് ഒരു നല്ല ഐഡിയ இருக்குது. നമുക്ക് வந்து സർക്കാർ വേണം. കത്തി റീമേക്ക് பண்ணலாமா? കഥ നമുക്ക് ഹിന്ദി അല്ലെങ്കിൽ ഏതെങ്കിലും തെലുങ്ക് പടം എടുത്ത് റീമേക്ക് ചെയ്യാം. പിന്നെ ഉങ്ങളുടെ എല്ലാ പടത്തിലെയും പാട്ടുകൾ എടുത്തിട്ട് ഒരു മാഷപ്പ് സെറ്റ് ചെയ്ത് ഒരു 1.5 മണിക്കൂറുള്ള ഒരു ഡാൻസ് സീക്വൻസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും അത് ഡാൻസ് കളിക്കും കേട്ടോ. விஜய், எனக்கு வந்து எல்லா டேரக்டர்ஸோடையும் கதை தெரியும்னால சின்ன ஒரு கன்ஃபியூஷன். இது வந்து உங்களோட கடைசி படம் ஆனாலும் இது வந்து ஒரு மேக்னம் ஓப்பஸ் அந்த மாதிரி எதுவும் கிடையாது. இது வந்து ஒரு சின்ன படம் தான், ஒரு குட்டி படம். ஆனாலும் ഇതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ வந்து ഫിൻലാൻഡിൽ இருக்கும். ஆனால் കടസി ഷെഡ്യൂൾ வந்து USA-ൽ. ഓക്കെ താനേ? ഈ കഥ നടക്കുന്നത് AD 3000-ലാണ്. അവിടെ മനുഷ്യനായിട്ട് വിജയ് ചെയ്യുന്ന ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. പിന്നെ കോസ്റ്റ്യൂം ഒരു ടീഷർട്ടിൻ്റെ മുകളിൽ ഒരു ഷർട്ട് ഓപ്പൺ ആക്കി ഇട്ടാൽ മതി, സെറ്റാ. പിന്നെ ആ നാട്ടിൽ റോബോട്ടുകൾ മാത്രമേ ഉള്ളൂ. വിജയ് ചെയ്യുന്ന ക്യാരക്ടറും റോബോട്ടുകളുടെ ഇലക്ഷനെയും പറ്റിയാണ് ബാക്കി കഥ. ഇതൊരച്ഛൻ്റെ വാശിയുടെ കഥയാണെന്ന്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് നടന്നൊരു ഇലക്ഷൻ. ആ ഒരു ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി അച്ഛൻ ചെല്ലുകയും വോട്ടേഴ്സ് ID ഇല്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ പുറത്താകുകയും ചെയ്യും. അതിൽ വിഷമിച്ച അദ്ദേഹത്തിൻ്റെ മകനോട് പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് നീ തമിഴ്നാടിൻ്റെ CM ആവണമെന്ന്. അങ്ങനെ അച്ഛന് കൊടുത്ത വാക്കിൻ്റെ പേരിൽ അവൻ തമിഴ്നാടിൻ്റെ CM ആകുന്നതാണ് കഥ. തമിഴ്നാടിൻ്റെ CM ആയതിനു ശേഷം അവൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഏതോ 10 പേരെ തോപ്പിച്ച് CM ആയാനല്ലടാ ഞാൻ തോപ്പിച്ച 10 പേരും CM-കളായിരുന്നു. അണ്ണാ, എന്നടാ വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ.